നമസ്കാരം. സൗഹൃദങ്ങൾ നമ്മുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടങ്ങളാകാം. പക്ഷേ അവ ചിലപ്പോൾ നമുക്ക് വലിയ വേദനയും ഉണ്ടാക്കും. ഇവിടെ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ നിരീക്ഷണങ്ങൾ അനുസരിച്ച് രണ്ടാമതൊരു അവസരം ഒരിക്കലും അർഹിക്കാത്ത 7 തരം സുഹൃത്തുക്കളെക്കുറിച്ചാണ് പറയുന്നത്. ബന്ധങ്ങൾ നിലനിർത്തേണ്ടത് പ്രധാനമാണെങ്കിലും എപ്പോൾ ഉപേക്ഷിക്കണമെന്ന് അറിയേണ്ടത് അതുപോലെ തന്നെ പ്രധാനമാണ്. ഇതിൽ ഒന്നാമതായി വരുന്നത് എനർജി വാമ്പയർമാരാണ്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും അവരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവൻ ഊറ്റിയെടുക്കുന്ന സുഹൃത്തുക്കൾ. എനർജി വാമ്പയർമാർ നിങ്ങളുടെ വൈകാരിക ഊർജം നിരന്തരം ചോർത്തുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ഓരോ മീറ്റിങ്ങിന് ശേഷവും നിങ്ങളെ അമിതമായി എല്ലാ തരത്തിലും ക്ഷീണിപ്പിക്കുന്ന സുഹൃത്തുക്കളാണ് ഇവർ. നമ്പർ 2, സ്ഥിരം വൺ അപ്പർ. എപ്പോഴും താനാണ് മികച്ചവൻ എന്ന് ഭാവിക്കുന്ന സുഹൃത്താണിത്. ഒരു വ്യക്തിപരമായ ഉദാഹരണം പങ്കുവയ്ക്കട്ടെ. എനിക്ക് ഒരു സ്ഥിരം വണ്ണപ്പറായിരുന്ന സുഹൃത്തുണ്ടായിരുന്നു. ഞാനൊരു പുതിയ നേട്ടമോ അനുഭവമോ ആവേശത്തോടെ പങ്കിടുമ്പോഴെല്ലാം അവർ ഉടൻ തന്നെ സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധേയമായ കഥയുമായി പ്രതികരിക്കും. നിരന്തരമായ വണ്ണപ്പർ ഒരു സൗഹൃദത്തിൽ ആരോഗ്യകരമല്ല. അത് നീരസം വളർത്തുകയും സുഹൃത്തുക്കൾക്കിടയിൽ നിലനിൽക്കേണ്ട പരസ്പര ബഹുമാനവും ആരാധനയും ഇല്ലാതാക്കി ബന്ധത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളുടെ മത്സരബുദ്ധി നിങ്ങളെ മികച്ചവരാകാൻ പ്രേരിപ്പിക്കുമെങ്കിലും അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ നേട്ടങ്ങളെ ഒരു മത്സരമായി കാണാതെ പ്രോത്സാഹിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ടതും പ്രധാനമാണ്. നിരന്തര വിമർശകർ. ഒരു സുഹൃത്തിൽ നിന്നുള്ള പോസിറ്റീവ് വിമർശനം ഉപകാരപ്രദമാണ്. പക്ഷേ ഉപകാരപ്രദമായ ഉപദേശം നൽകുന്നതും മറ്റുള്ളവരുടെ പോരായ്മകൾ നിരന്തരം കണ്ടെത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ പെരുമാറ്റം നിങ്ങളുടെ ആത്മാഭിമാനത്തെയും മൊത്തത്തിലുള്ള മാനസിക ക്ഷേമത്തെയും സാരമായി ബാധിക്കും. ആരും നിരന്തരം വിമർശിക്കപ്പെടാൻ ഇഷ്ടപ്പെടില്ല, പ്രത്യേകിച്ച് ഒരു നല്ല സുഹൃത്തിൽ നിന്നും. ഇനി വാഗ്ദാനങ്ങൾ പാലിക്കാത്തവർ. വിശ്വാസം എന്നത് ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആ വിശ്വാസം ആവർത്തിച്ച് ലംഘിക്കപ്പെടുമ്പോൾ അത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നു. എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവർ പ്രതിജ്ഞകൾ എടുക്കുകയും രണ്ടാമതൊന്നും ആലോചിക്കാതെ അത് ലംഘിക്കുകയും ചെയ്യുമായിരുന്നു. നിരന്തരമായ ഈ നിരാശപ്പെടുത്തൽ ഞങ്ങളുടെ സൗഹൃദത്തോടുള്ള അവരുടെ ബഹുമാനത്തെ ചോദ്യം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചു. വിശ്വാസം ഒരിക്കൽ തകർന്നാൽ പുനർനിർമ്മിക്കുക എന്നത് അവിശ്വസനീയമാം വിധം വെല്ലുവിളി നിറഞ്ഞതാണ്. 5, സ്വാർത്ഥനായ സുഹൃത്ത്. സൗഹൃദം 2 വശങ്ങളിൽ നിന്നും വിട്ടുവീഴ്ചകൾ ആവശ്യമുള്ള ഒരു ഇടവഴിയാണ്. എന്നാൽ ഒരു സുഹൃത്ത് സ്വീകരിക്കാൻ മാത്രം താല്പര്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാർത്ഥനായ സുഹൃത്ത് എപ്പോഴും ഞാൻ എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അവർ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. പലപ്പോഴും നിങ്ങളുടെ ചിന്തകളെയോ വികാരങ്ങളെയോ അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നു. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, നമ്മളെയും നമ്മുടെ സന്തോഷത്തെയും കുറിച്ച് ആത്മാർത്ഥമായി കരുതുന്ന സുഹൃത്തുക്കളെയാണ് നമുക്ക് വേണ്ടത്. അടുത്തത് ടോക്സിക് ഫ്രണ്ട്. ഒരുപക്ഷെ ഏറ്റവും അപകടകാരികൾ ഇവരാണ്. ഇവർ നെഗറ്റീവ് പ്രചരിപ്പിക്കുകയും നിങ്ങളെ നാടകീയമായി കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇവർ നിങ്ങളെ പുകഴ്ത്തും, പക്ഷേ നിങ്ങളുടെ നേട്ടങ്ങളെ ചെറുതാക്കി കാണിച്ച് നിരന്തരം നിങ്ങളുടെ മാനസികാരോഗ്യവും സമാധാനപൂർണമായ ജീവിതവും നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ തിരിച്ചറിയുന്നതും അകറ്റി നിർത്തുന്നതും അല്പം പ്രയാസകരമാണെങ്കിലും പക്ഷേ അത് ചിലപ്പോൾ നിങ്ങളുടെ വൈകാരിക ആരോഗ്യത്തിന് ആവശ്യമാണ്. നിങ്ങളുടെ സൗഹൃദങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അവർ നിങ്ങളെ ഉയർത്തുകയാണോ അതോ താഴേക്ക് വലിക്കുകയാണോ?